പെൺപട്ടണം എന്ന് പറയുമ്പോൾ VM വിനു സാറിൻ്റെ പടമായിരുന്നു, രഞ്ജിത്ത് സാറിൻ്റെ സ്റ്റോറി. ആക്ച്വലി ഞാൻ കേരളോത്സവം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, നല്ല കാസ്റ്റ്. കാരണം ഞാൻ ആദ്യം ചെയ്തപ്പോൾ എല്ലാം അത്ര വലിയ കാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ന്യൂ കമേഴ്സ് ആയിരുന്നു, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. അങ്ങനെയായിരുന്നു VM വിനു സാറിൻ്റെ പെൺപട്ടണം എന്ന പടത്തിൽ ഒരു ചെറിയ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, അതിൽ 4 പേരായിരുന്നു. ഞാൻ, പിന്നെ രേവതി മാം, ശ്വേത മേനനും KPC ലൽവാൻഡിയും. അപ്പോൾ അതിലൊരു ചെറിയ കുട്ടിയായിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ബിക്കോസ് രേവതി മാമിനൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ സിനിമയൊക്കെ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ ലളിത ആൻറ്റി, അപ്പോൾ അവരൊക്കെ എത്രയോ വർഷം കൊണ്ട് അഭിനയിക്കും. അപ്പോൾ അവരിൽ നിന്ന് കുറേ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അവർ ഓരോ ഷോട്ടിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, സാധാരണ അവർ റിഹേഴ്സലൊന്നും കാണിക്കില്ലേ. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. ഇവർ റിഹേഴ്സലിന് മുന്നിൽ ഇത്രയും ഡയലോഗ് നമുക്കിങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർ ഇത്രയും ചെയ്യുന്നുണ്ടാവില്ല, ഞാൻ കൂളായിട്ട്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ ആ ഒരു ലെവലിൽ ഞാൻ നിൽക്കും. ടേക്കെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ആവേശത്തിൽ ഡയലോഗൊക്കെ പറയാം. അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ സാറ് വഴക്കുറയും, വിഷ്ണു എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. സാർ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഇവർ ചെയ്യുമെന്ന്. എന്നെല്ലാവരും ചിരിയായി. പിന്നെ എല്ലാവരും ഭയങ്കര രസമായിരുന്നു സെറ്റ്. പിന്നെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ, ഒരു കോർപ്പറേഷൻ ലേഡീസ് വർക്ക് ചെയ്യുന്ന, കച്ചറൊക്കെ പെറുക്കി, അങ്ങനത്തെ ഒരു ഡൾ ഗെറ്റപ്പ് ആയിരുന്നു. വേസ്റ്റൊക്കെ ഈ ചുരിദാറിലൊക്കെ അഴുക്കൊക്കെ പെരട്ടിയിട്ട് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. തിയേറ്ററിൽ കാണുമ്പം നല്ല എക്സ്പീരിയൻസ്. ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയിട്ടായിരുന്നു കണ്ടത്. എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഇതായിട്ട്, പക്ഷേ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം, കരയണ സീനൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് തന്നെ അറിയാം, കാരണം ഞാനൊരു കുട്ടിക്കല്ല് പോലെയായിരുന്നു ആദ്യം എടുത്തത്. പിന്നെ കുറേ സിനിമാസ് കണ്ടു തുടങ്ങി ഞാൻ. കുറേ ആക്ടേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതൊക്കെ അന്നേരം നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പടം കാണും, കുറ്റം പറയാനേ നോക്കുള്ളൂ അല്ലാതെ. പക്ഷെ പിന്നെ പിന്നെയുള്ള പ്രയാസങ്ങൾ അറിയുന്നത്, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു മൂവി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പിന്നെ അറിഞ്ഞത്. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തിയപ്പോഴാണ് ഓക്കെ, നമ്മൾ ഇത്ര ഈസി ആയിട്ട് എല്ലാ ആർട്ടിസ്റ്റിനെയൊക്കെ കുറ്റം പറയും, ഡയറക്ടറിനെ കുറ്റം, പക്ഷെ അവരെത്ര എഫേർട്ട് എടുത്ത് എത്ര മാസങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. ബാക്കിലുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റിൻ്റെ എഫേർട്ട് ഇടുമ്പോഴാണ് ഒരു വലിയ സിനിമ ഉണ്ടാവുന്നത് തന്നെ. പക്ഷെ കാണുന്നവർക്ക് ഈസി ആയിട്ട് ഞാനും സ്ഥിരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ വന്ന പിന്നെയാണ് എനിക്ക് കുറ്റബോധം, ഭയങ്കര കുറ്റബോധം. അയ്യോ ദൈവമേ, ഞാൻ എന്തിനാ ഇവരെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നുള്ളൊരു ഫീലായിപ്പോയി. കാരണം പിന്നെ എന്നെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയുമോ ഇല്ലയോ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് വന്നു തുടങ്ങി. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ ആദ്യം തൊട്ടേ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എനിക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചാൽ എനിക്ക് ചെയ്യണമെന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കുറച്ചൊക്കെ നല്ല എനിക്ക് ടാലൻറ്റ് ഉള്ളിലുണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷേ നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് അത് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ മൂവീസ് കാണുക, അനുഗ്രഹിക്കുക.